ഇന്നൊരു കർക്കിടക വാവ് ദിവസമല്ലേ, പ്രത്യേകിച്ച് നമ്മൾ ഉച്ചക്ക് സദ്യ അതുപോലത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കലില്ല പൊതുവേ. പിന്നെ സന്ധ്യക്ക്, അതായത് വിളക്ക് വെക്കുന്ന നേരം ജസ്റ്റ് ഒന്ന് അപ്പോൾ എന്തെങ്കിലും കറി, എന്തെങ്കിലും അല്ല ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് നമ്മൾ മരിച്ചവർക്ക് വിളമ്പുന്നെന്ന് പറയുന്നില്ല, ആ ഒരു സംഭവം ഉണ്ടാവേണ്ട. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് ചോദിച്ചു ഉണ്ടാക്കുന്നത്. ആദ്യം ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങയെല്ലാം വറുക്കുന്നത്, വറുത്തരച്ച് കറി വെക്കാനാണ്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവർക്കും മരിച്ചവരെ ഒന്നുകൂടി എന്നല്ല, എപ്പോഴും ഓർമ്മയുണ്ടാവും എല്ലാവർക്കും ജീവിതത്തിൽ. പക്ഷേ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഓർക്കാൻ പ്രത്യേകിച്ച് എന്താ പറയല്, ബലിതർപ്പണം, അമ്പലത്തിൽ ചിലവർ അമ്പലത്തിൽ പോവും, മരിച്ചവർക്ക് വേണ്ടി ബലിയിടും. എനിക്ക് പോകണം എന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ ഒരു മനസ്സൊന്നും ഒരു ശരിയില്ല, അതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ പോയിട്ടില്ല. അപ്പോൾ അച്ഛനും അമ്മക്കും വേണ്ടിയിട്ട് വിളമ്പി വെക്കാമെന്ന് വിചാരിച്ചു. അമ്മയും അച്ഛനെല്ലാം ഓർക്കുമ്പോൾ തന്നെ വല്ലാണ്ടൊരു എന്താ പറയുക വിഷമമാണ്. അതെനിക്കെന്നല്ല, എല്ലാവർക്കും അത് ഉണ്ടാവുമായിരിക്കും പൊതുവേ. കാരണം എൻ്റെ അമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ, അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ വാക്കെല്ലാം ഇടറുന്നു. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ആളാണ്. ജീവിച്ച തന്നെ മക്കൾക്ക് വേണ്ടി എന്ന് പറയാം, അങ്ങനത്തെ ഒരാളാണ് എൻ്റെ അമ്മ. കാരണം മരിക്കുന്നത് വരെ മക്കളിൽ നിന്നും അധികം ഒന്നും പ്രതീക്ഷിക്കാതെ, കാരണം പലരും പറയുന്നുണ്ട് ഞാൻ വളർത്തി പോറ്റി അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നെല്ലാം മാറിയിട്ട് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച ഒരാൾ, ഒന്നും പ്രതീക്ഷിക്കാതെ മക്കളിൽ നിന്ന്, മരിക്കുന്നവരെ മക്കളിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു എൻ്റെ അമ്മ. അച്ഛനും അതുപോലെ തന്നെ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടിക്കുന്ന ഒരാളായിരുന്നു, എന്നാലും കുടിക്കുന്നത് സ്വന്തം പൈസക്ക്, പണിയെടുത്ത് ആ പൈസയിലാണ് കുടിക്കുന്നത്. മറ്റൊരാളോട് കടം വാങ്ങിയോ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളോട് വാങ്ങിയോ അങ്ങനെയൊന്നും കുടിക്കുന്ന ഒരാളല്ല. പണിയെടുക്കും, ആ പൈസക്ക് കുടിക്കും. എന്നാലും എന്താ പറയല്, നല്ലൊരു സന്തോഷത്തോടെയുള്ള ജീവിതം തന്നെ ആയിരുന്നു. അത് ഓർക്കുമ്പോൾ എന്തൊരു മനസ്സൊരു വിഷമമൊന്നും ഒന്നാലും ജസ്റ്റ് ഓർത്തുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു ചെറിയൊരു വറുത്തരച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കുക എന്നുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. ഏകദേശം എൻ്റെ കറി ആവാറായി. ഈ സംസാരിക്കുന്നതിനിടയിൽ തേങ്ങ എല്ലാം വറുത്ത് അരച്ചു, ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം വഴറ്റി അതിലേക്ക് ചിക്കനെല്ലാം ഇട്ടിട്ട് ഇളക്കുന്നുണ്ട്. അത് റെഡിയാകുന്ന സമയത്ത് നെയ്പ്പത്തലിന് ഞാൻ അരി പൊതിർത്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഇങ്ങനെ കടലാസിലിട്ട് ഉണക്കി അത് പൊടിച്ചെടുക്കണം. അതിലേക്ക് ഇപ്പം നെയ്പ്പത്തൽ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും എന്തൊക്കെ ഇടുന്ന എനിക്കറിയില്ല. ഞാൻ തേങ്ങ, ജീരകം, ചെറിയ ജീരകമാണ്, പിന്നെ അതുപോലത്തെ ഐറ്റംസെല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കി അരച്ച് നല്ല രീതിയിലൊന്ന് കുഴച്ചിട്ട് വെക്കും. കുഴച്ച് വെച്ചു. അതിലെല്ലാം എൻ്റെ ചിക്കൻ കറി എന്തായി നോക്കട്ടെ. ഞാൻ ഏകദേശം ആവാറായിട്ടുണ്ട് ചിക്കൻ കറി. വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചത് ഇട്ട് തിളപ്പിക്കാം. വീഡിയോ എടുക്കുന്ന മോളാണ്, കാരണം ഒരുപാട് ഇവരൊക്കെ കാല് പിടിക്കണം ഒന്ന് വീഡിയോ എടുക്കണമെങ്കിൽ. നമുക്ക് തന്നെ ട്രൈപോഡ് വെച്ചിട്ട് എടുക്കാവുന്നതാണ്, പക്ഷെ അത് നമുക്ക് ഓരോ ആംഗിൾ പോകുന്ന സമയത്ത് ശരിയാവില്ലല്ലോ. ഇവരെല്ലാം മോനാണെങ്കിൽ ഒന്ന് വീഡിയോ നിൽക്കൂല, പിന്നെ വീഡിയോ എടുക്കുന്നവന് ഇഷ്ടമല്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് മോന്. അത് പ്രത്യേക ഒരു ടൈപ്പാണ്. ഇപ്പോൾ നാളെ ഇപ്പോൾ എക്സാം തുടങ്ങിയാലോ, പിന്നെ ഓണപ്പരീക്ഷ, അങ്ങനത്തെ ഒരു മൈൻഡ് പോലും ഇല്ല. 10ാം ക്ലാസ്സാണ്, ചിന്ത പോലും ഇല്ല എൻ്റെ മോൻ. അത്ര നല്ല മോനായിരുന്നു. ഒന്ന് ഫോണിൽ കളി, TV. അപ്പോൾ എല്ലാവരും പറയും എന്തിന് ഫോൺ കൊടുക്കുന്നത് പാരൻസിന്, എടുത്തു വെച്ചൂടെ, അമ്മക്ക് എടുത്തു വെച്ചൂടെ. ഞാൻ പൊതുവേ മക്കളെ പേടിപ്പിച്ച് ശാസിച്ച് അടിച്ച് വളർത്തുന്നൊരമ്മയല്ല. അപ്പോൾ പറയും എന്തിനാ പരാതി പറയുന്നതെന്ന്. പഠിക്കാതെ കാണാതിരിക്കുമ്പോൾ പറഞ്ഞു പോകും. നിർബന്ധിച്ച് അടിച്ച് വഴക്കിട്ട് പഠിപ്പിക്കുന്ന ഒരമ്മയല്ല. കാരണം എൻ്റെ മോള് ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്. അവളിപ്പോൾ 10ാം ക്ലാസ് നല്ല മാർക്കുണ്ടായിരുന്നു, +2 നല്ല മാർക്കുണ്ടായിരുന്നു. ഞാൻ ഇതുപോലെ അടിച്ച് പഠിപ്പിച്ച് ആ ഒരു ടൈപ്പിലെ അമ്മയല്ല, എന്നാലും അവൾ മാർക്ക് എടുത്തില്ല. അതുപോലെ തന്നെ ഇപ്പോൾ മോനോടും പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അതിനിടയിൽ എൻ്റെ നെയ്പ്പത്തലേക്ക് ഞാനിതടാ പരത്തിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട്. നമ്മളെ പ്രസ്സിലാക്കി കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ ഉണ്ടാക്കിയത്. അങ്ങനെ നെയ്പ്പത്തലെല്ലാം റെഡിയായി വന്നു. ഇനിയിപ്പോൾ മരിച്ചവർക്ക് വിളമ്പിയിട്ട് വെക്കണം, റൂമിൽ വിളമ്പി വെക്കണം. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം അതെല്ലാം ആകുമ്പോൾ ഒരു മനസ്സിന് വല്ലാണ്ടൊരു വിഷമമായി. എന്തോ പൊതുവെ എനിക്കൊന്നൊരു വിഷമം.